ഹായ് നമസ്കാരം. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മളെല്ലാവരും രേണുവിനെ വെറുക്കുകയൊക്കെ ചെയ്തു, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഇന്ന് രേണു പോയി നിൽക്കുന്നത് നമ്മളൊരാളായിട്ടാണ് ഇന്ന് ബി ഹൗസിൽ നിൽക്കുന്നത്. ആ സമയത്ത് അക്ബർ ഖാൻ എന്ന് പറയുന്നൊരു വ്യക്തി, അവിടുത്തെ മത്സരാർത്ഥി, പുള്ളിയുടെ പേര് ഇങ്ങനെ ആൾക്കാരുടെ പേര് ഇങ്ങനെ പറയാൻ പറഞ്ഞ സമയത്ത്, ഇരട്ടപ്പേര് രീതി പറയാൻ പറഞ്ഞ സമയത്ത് പുള്ളി നമ്മുടെ രേണുവിനെ വിളിച്ച വിളി സെപ്റ്റിക് ടാങ്ക് എന്നാണ്. അത് കേരളത്തിലെ ഒന്നടക്കം സ്ത്രീകൾക്ക് അപമാനമായ ഒരു വിളി തന്നെയാണെന്ന് പറയാം. രേണു ആരുടെ മുമ്പിലും ഇത്രയും ദിവസം അവിടെ ചെന്ന് നിന്ന് ഒരു രീതിയിൽ അവർ മോശമായ രീതിയിൽ പെരുമാറിയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗെയിം പല രീതിയിൽ ആൾക്കാർ കളിക്കും. പക്ഷേ സെപ്റ്റിക് ടാങ്ക് ഒന്ന് വിളിച്ച് ആക്ഷേപിച്ചത് അക്ബർ ഖാൻ്റെ എതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. കാരണം അയാളുടെ വീട്ടിലൊരു സ്ത്രീനെയാണ് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ വിളിച്ചാൽ അയാൾ സഹിക്കുമോ? ഒരിക്കലും ഇല്ല. എന്നാൽ രേണുവിന് ചോദിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടല്ലേ അയാൾ ഇങ്ങനത്തെ രീതി ചെയ്തത്. പക്ഷേ നമ്മൾ സ്ത്രീകൾ, നമ്മളൊരാളായി രേണുവിനെ കണ്ടിട്ട് ഇന്ന് അവളാണെങ്കിൽ നാളെ നമ്മളെ വിളിക്കും തീർച്ചയായിട്ടും. എന്നിട്ട് അത് നിർത്തിയേ പറ്റൂ. ഇനി ഒരിക്കലും അയാൾ ഒരു സ്ത്രീകളെയും ഇങ്ങനെ വിളിക്കാൻ പാടില്ല. അതുപോലെ അയാൾ രേണുവിനോടും അതുപോലെ കേരളത്തിലുള്ള മിക്ക സ്ത്രീകളോടും ബിഗ് ബോസ് വഴി മാപ്പ് പറഞ്ഞേ പറ്റൂ. ഇത് മോഹൻലാലിന് മുമ്പിൽ ചെല്ലുന്നിടം വരെ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഇതിന് വേണ്ടി പ്രതികരിക്കുക. ഇത്ര മാത്രമാണ് കേസ് എനിക്ക് പറയാനുള്ളത്. രേണു എന്തോ ആയിക്കോട്ടെ, അത് വീടിന് പുറത്താണ്. പക്ഷേ വീടിനകത്തൊരിക്കലും രേണുവിനെ ആ ഒരു പേര് വിളിച്ചതിൽ വളരെ മോശമെന്ന് തന്നെ ഞാൻ പറയും. ഒരു സ്ത്രീ എന്ന നിലയിൽ അതിനെ പ്രതികരിക്കുക തന്നെ ചെയ്യും.